ഒരാളൊരു കച്ചവടം ചെയ്തൊരു സൂപ്പർ മാർക്കറ്റ്, നല്ല കച്ചവടമുണ്ട്, നല്ല ലാഭമുണ്ട് വർഷങ്ങളായി. രണ്ടാമതൊരു സ്ഥാപനത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ലെങ്കിൽ അത് അയാളുടെ അലസതയുടെ അടയാളമാണ്, അത് അയാളുടെ മടിയെക്കുറിച്ചുള്ള മടിയുടെ അടയാളമാണ്. രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കണം. ഒരുപക്ഷെ പൊട്ടിയേക്കാം, ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെ ഭയക്കലാണ് ഭീരുത്വം എന്ന് പറയുന്നത്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. ഒന്നാമത്തെ സൂപ്പർ മാർക്കറ്റ് വിജയിച്ചപ്പോ രണ്ടാമതൊന്നിടാൻ പേടി. പഠിച്ചോനെ, അത് നഷ്ടം വന്നാലോ, കൂട്ടേണ്ടി വന്നാലോ, കോടികൾ പോയാലോ? ഈ ഭയം ഒരു കച്ചവടക്കാരൻ ഉണ്ടാവാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഒരേ ഒരു സോഴ്സിൽ നിന്നല്ല നമ്മുടെ വരുമാനം വരേണ്ടത്, വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് നമ്മുടെ വരുമാനം ഉണ്ടാവണം. തൊട്ടപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് വരണം, അതിന്റെ വരുമാനം, അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മളൊരു ഷോപ്പ് ഇടണം, അതിൽ നിന്നൊരു വരുമാനം വരണം. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അപ്പുറത്തൊരു ടെക്സ്റ്റൈൽസ് ആവണം. അഥവാ നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് സീസണുകൾക്കനുസരിച്ച് മാറി വരുന്ന കച്ചവടമാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലാണ് കച്ചവടമെങ്കിൽ നാളെ ടെക്സ്റ്റൈലിലായിരിക്കും. കോവിഡ് വന്നപ്പോൾ ടെക്സ്റ്റൈലുകാർക്ക് കച്ചവടമില്ല, ജ്വല്ലറിക്കാർക്ക് കച്ചവടമില്ല, ഹോട്ടലുകാർക്ക് കച്ചവടമില്ല. ആകെ കച്ചവടം ഉണ്ടായത് സൂപ്പർ മാർക്കറ്റുകാർക്കാണ് കോവിഡിന്റെ സമയത്ത് കച്ചവടം ഉണ്ടായത്. അപ്പൊ എല്ലാ ഹോട്ടലുകാരും കടം കൊണ്ട് പ്രയാസപ്പെട്ടു, ടെക്സ്റ്റൈലുകാർ കടം കൊണ്ട് പ്രയാസപ്പെട്ടു. എന്തേ? ജോലിക്കാർക്ക് സാലറി നൽകണം. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് അവരുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട്. ആ ഒരു സ്ഥാപനമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സ്ഥാപനമുള്ള വഴിയിലാണ് റോഡ് വീതി കൂടുന്നത്. റോഡ് വീതി കൂടുമ്പോഴേക്കും ബിൽഡിങ്ങുകൾ പൊളിക്കാനുള്ള ഓർഡർ ഉണ്ടായി. നമ്മുടെ സ്ഥാപനം പൂട്ടി. ഇനി എവിടെന്നാ നമ്മൾക്ക് വരുമാനം വരിക? അതുകൊണ്ടാണ് ഒന്നിനെ ആശ്രയിക്കാതെ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്, അങ്ങനെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അലസന്മാരായി നമ്മൾ മാറാൻ പാടില്ല. പണമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? പണം ഉണ്ടാവണം. പണമുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അന്തസ്സുണ്ടാകുന്നത്. നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പള്ളികളെ സഹായിച്ചുകൂടെ? പിന്നെ നമ്മൾക്ക് മദ്രസകളെ സഹായിച്ചുകൂടെ? കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് 20 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് അതിൽ1 കോടി മുസ്ലിമീങ്ങൾക്കാണ് എഴുത്തും വായനയും അറിയുന്നത്, ഖുർആൻ ഓതാൻ അറിയുന്നത് 1 കോടി മുസ്ലിമീങ്ങൾക്ക്. ബാക്കി 19 കോടി മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഫാത്തിഹ വരെ മര്യാദക്ക് ഓതാൻ അറിയാത്ത 19 കോടി മുസ്ലിമീങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. നമ്മൾ 1 കോടി എഴുത്തറിയാം, വായന അറിയാം, ഖുർആൻ ഓതാൻ അറിയാം, ഫാത്തിഹ അറിയാം, യാസീൻ